കോട്ടയത്ത് വൻകിട പദ്ധതിയുടെ പേരിൽ വീണ്ടും വയൽ നികത്താൻ ഉത്തരവ്. കോടിമത മൊബിലിറ്റി ഹബിന് വേണ്ടി നാട്ടകം വില്ലേജിലെ 125 ഏക്കറാണ് നികത്തുന്നത്. മുഖ്യമന്ത്രി ചെയർമാനായ സമിതിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കാറ്റിൽ പറത്തിയാണ് കോടിമത മൊബിലിറ്റി ഹബിനായി കോട്ടയം നാട്ടകം വില്ലേജിൽ വയൽ നികത്താൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. 100 മുതൽ 125 ഏക്കർ പാടം പദ്ധതിക്കായി സ്വന്തം ഇഷ്ടപ്രകാരം വിട്ടുനൽകുന്നവർക്ക് നൽകുന്ന വയലിന്റെ 50% നികത്തിയെടുക്കാമെന്നും ഉത്തരവിൽ പറയുന്നു. ജോസ് കെ മാണി എംപിയുടെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളം വൈറ്റില ഹബിന് സമാനമായ കോടിമത മൊബിലിറ്റി ഹബ്ബ് പദ്ധതി രൂപം കൊണ്ടത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചെയർമാനായ കോടിമത മൊബിലിറ്റി ഹബ് സൊസൈറ്റിയാണ് പദ്ധതിയുടെ നടത്തിപ്പുകാർ. 2015 നവംബർ 29 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഗവേണിംഗ് ബോഡി യോഗത്തിലാണ് പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഇതിന് പിന്നാലെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്ത അപൂർവമായ ഉത്തരവിട്ടത്. പാടി ആക്ട് പ്രകാരം സംസ്ഥാനതല പരിശോധനാ സമിതിയുടെ അനുമതിയോടുകൂടി മാത്രമേ വൻകിട പദ്ധതികൾക്ക് നെൽവയൽ നികത്താൻ കഴിയൂ. എന്നാൽ പുറത്തിറങ്ങിയ ഉത്തരവിൽ ഇത്തരം അനുമതിയുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടില്ല. ബസ് ടെർമിനൽ കോംപ്ലക്സ്, കൺവെൻഷൻ സെന്റർ, എക്സിബിഷൻ സെന്റർ, ക്രിക്കറ്റ് സ്റ്റേഡിയം, ഫാമുകൾ, മത്സ്യഫാമുകൾ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് നിർദ്ദിഷ്ട കോടിമത ഹബ്ബ് മുൻപോട്ട് വെക്കുന്നത്. 125 ഏക്കർ ഭൂമി ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴും പദ്ധതി പൂർത്തിയാക്കാൻ കുറഞ്ഞത് 250ഓളം ഏക്കർ ഭൂമി ആവശ്യം വരും. ലെസ്ലി ജോൺ, ഇടുക്കി. പൊതുജനങ്ങളിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് സ്വകാര്യ വ്യക്തികൾക്ക് വ്യവസായ ആവശ്യത്തിന് പാട്ടത്തിന് നൽകാമെന്ന് സർക്കാർ. വികസന മേഖലകളിൽപ്പെട്ട ഭൂമിയാണ് ഇത്തരത്തിൽ പാട്ടത്തിന് നൽകുക. ഭൂമി വിലയ്ക്ക് വാങ്ങിയും പാട്ടത്തിന് നൽകും. ഇതിനായി പുതിയ ചട്ടങ്ങൾ ഉൾപ്പെടുത്തി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വികസന മേഖലയുമായി ബന്ധപ്പെട്ട് 1968 കൊണ്ടുവന്ന ഉത്തരവിലാണ് വ്യവസായ വകുപ്പ് പുതിയ ചട്ടങ്ങൾ ഉണ്ടാക്കിയത്. 2013 ജൂൺ 10 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഉത്തരവ്. ഉത്തരവിൽ ജനുവരി 30 തീയതി കാണിച്ചിട്ടുള്ളത് എങ്കിലും കഴിഞ്ഞയാഴ്ചയാണ് ഇറങ്ങിയത്. സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമി, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സർക്കാരും കൈമാറിയ ഭൂമി, സർക്കാർ പാട്ടത്തിനെടുത്ത ഭൂമി എന്നിവയാണ് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുക. ഇതിനായി ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക അതോറിറ്റി രൂപീകരിക്കും. വ്യാവസായിക ആവശ്യമെന്ന നിർവചനത്തിൽപ്പെടുന്ന ഏതാവശ്യത്തിനും ഭൂമി പാട്ടത്തിന് നൽകും. സാധനങ്ങളുടെ നിർമ്മാണം, ഉൽപാദനം, ഹോട്ടൽ, ഗോഡൌൺ, പെട്രോൾ പമ്പുകൾ, കോൾഡ് സ്റ്റോറേജ് തുടങ്ങിയവയ്ക്കും ഭൂമി നൽകും. 30 വർഷത്തേക്കാണ് പാട്ടം. വ്യവസായ വികസന മേഖലയുടെ 5% അധികരിക്കാത്ത ഭൂമിയാകും സേവന വ്യവസായങ്ങൾക്ക് അനുവദിക്കുക. പാട്ടക്കരാർ പൂർണ്ണമായി പാലിച്ചാൽ അടുത്ത 30 വർഷത്തേക്ക് കൂടി പാട്ടം നീട്ടി നൽകും. ഫലത്തിൽ വികസന മേഖലയിൽ സർക്കാരിന്റെ ഇഷ്ടത്തിനനുസരിച്ച് സാധാരണക്കാരന്റെ ഭൂമി പിടിച്ചെടുക്കുന്നതിനുള്ള ലൈസൻസായി മാറും പുതിയ ഉത്തരവ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കരുണ എസ്റ്റേറ്റിൽ നിന്ന് നികുതി പിരിക്കാനുള്ള നീക്കം നിയമവിരുദ്ധമെന്ന് VS അച്യുതാനന്ദൻ. തീരുമാനത്തിന് പിന്നിൽ കോടികളുടെ അഴിമതിയെന്നും ഇതുവഴി 900 ഏക്കർ ഭൂമി സ്വകാര്യ കമ്പനിക്ക് നൽകാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും VS പറഞ്ഞു. മന്ത്രി CN ബാലകൃഷ്ണനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. തൃശൂർ വിജിലൻസ് കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാലയുമായി ബന്ധപ്പെട്ട അഴിമതി നടത്തിയെന്ന പരാതിയിലാണ് അന്വേഷണം. കൺസ്യൂമർ ഫെഡിന്റെ തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലുള്ള മദ്യവിൽപ്പനശാലയുടെ ഒരു ദിവസത്തെ വിറ്റുവരവിൽ നിന്ന് 1 ലക്ഷം രൂപ മന്ത്രിയുടെ ഓഫീസിന് കൈമാറിയെന്ന പരാതിയിലാണ് കോടതി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 2011 നവംബർ 19 പടിഞ്ഞാറേക്കോട്ടയിലെ മദ്യവിൽപ്പനശാലയുടെ വരുമാനം 3,85,000 രൂപയായിരുന്നു. ഇതിൽ നിന്ന് 1 ലക്ഷം രൂപ കൺസ്യൂമർ ഫെഡ് MDയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിയുടെ ഓഫീസിന് കൈമാറിയെന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയ ബില്ലടക്കമുള്ള തെളിവുകൾ പരാതിക്കാരനായ ജോർജ് വട്ടുകുളം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇത് വിശദമായി പരിശോധിച്ച ശേഷമാണ് മന്ത്രി CN ബാലകൃഷ്ണനെതിരെ അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. ജോർജ് വട്ടുകുളത്തിന്റെ പരാതി പ്രകാരം കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതി ആരോപണത്തിൽ മന്ത്രിക്കെതിരെ ത്വരിതാന്വേഷണത്തിന് നേരത്തെ കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതോടൊപ്പം പുതിയ പരാതിയും അന്വേഷിക്കണമെന്നാണ് കോടതി നിർദ്ദേശം. ഏപ്രിൽ 4 അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആർട്ട് ഓഫ് ലിവിംഗ് സംഘാടകർക്ക് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അന്ത്യശാസനം. നാളെ 5 കോടി രൂപ പിഴ അടച്ചില്ലെങ്കിൽ പരിപാടിയുടെ അനുമതി റദ്ദാക്കുമെന്ന് ട്രൈബ്യൂണൽ. ജയിലിൽ പോയാലും പിഴ അടക്കില്ലെന്ന് ശ്രീ രവിശങ്കറിന്റെ വെല്ലുവിളി. അതിനിടെ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി നിശ്ചയിച്ചിരുന്ന സിംബാബ്വെ പ്രസിഡന്റ് ചടങ്ങിൽ നിന്ന് പിന്മാറി. യമുന നദീതീരം നിരപ്പാക്കിയതിനും കൃഷിയിടം നശിപ്പിച്ചതിനും 5 കോടി രൂപ പിഴയടക്കണമെന്നായിരുന്നു ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവ്. എന്നാൽ പിഴയടക്കില്ലെന്ന് ആർട്ട് ഓഫ് ലിവിംഗ് സംഘടന വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ ഇന്ന് 4 മണിക്ക് മുമ്പ് തന്നെ പിഴത്തുക അടയ്ക്കണമെന്ന് ഹരിത ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചു. അടിയന്തരമായി വാദം കേട്ട ജസ്റ്റിസ് സ്വതന്ത്രകുമാറിന്റെ ബെഞ്ച് സംഘാടകർക്ക് നാളെ വരെ സമയം നീട്ടി നൽകി. നാളെ 5 മണിക്ക് തുടങ്ങുന്ന ഉദ്ഘാടന ചടങ്ങിന് മുമ്പായി പിഴ അടയ്ക്കണമെന്ന് ഹരിത ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. പിഴയടച്ചില്ലെങ്കിൽ പരിപാടിയുടെ അനുമതി റദ്ദാക്കുമെന്നും ദേശീയ ഹരിത ട്രൈബ്യൂണൽ വ്യക്തമാക്കി.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എന്നാൽ പിഴയടക്കില്ലെന്നും ജയിലിൽ പോകാൻ തയ്യാറാണെന്നും ശ്രീ രവിശങ്കർ അറിയിച്ചു. പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന ഒന്നും ചെയ്തില്ലെന്നും അനുമതി നിഷേധിച്ചാൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും BJP MPയും ആർട്ട് ഓഫ് ലിവിംഗ് പ്രവർത്തകനുമായ മഹേഷ് ഗിരി പറഞ്ഞു. അതേസമയം സമ്മേളനത്തിന്റെ മുഖ്യാതിഥിയായിരുന്ന സിംബാബ്വെ പ്രസിഡന്റ് റോബർട്ട് മുഗാബെ ചടങ്ങിൽ നിന്ന് പിന്മാറി. രാഷ്ട്രപതി പ്രണബ് മുഖർജി നേരത്തെ തന്നെ പിന്മാറുന്നതായി അറിയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യയുടെ ഗതിനിർണ്ണയ പരമ്പരയിലെ 6ാമത്തെ ഉപഗ്രഹം IRNSS-1 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വൈകിട്ട് 4 മണിക്കാണ് PSLV-32 ഉപഗ്രഹത്തെ വഹിച്ച് ബഹിരാകാശത്തേക്ക് കുതിച്ചത്. PSLV-യുടെ 34ാമത്തെ ദൌത്യമാണിത്. IRNSS-1 1F കൂടി ബഹിരാകാശത്തേക്ക് എത്തുന്നതോടെ ശൃംഖല കൂടുതൽ ശക്തിപ്പെടും. 7ാമതൊരു ഉപഗ്രഹം കൂടി ഈ മാസം അവസാനത്തോടെ വിക്ഷേപിക്കുന്നുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട്. കനയ്യകുമാറിനെ JNU ക്യാമ്പസിനുള്ളിൽ കടന്ന് ആക്രമിച്ചു. പുറത്തുനിന്നെത്തിയ സംഘപരിവാർ ബന്ധമുള്ള പൂർവാഞ്ചൽ സേനാ പ്രവർത്തകനാണ് അക്രമി. ഇയാളെ സർവകലാശാലയിലെ സുരക്ഷാ ജീവനക്കാർ പുറത്താക്കി. രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ജയിലിലായിരുന്ന കനയ്യകുമാർ 28 ദിവസങ്ങൾക്ക് ശേഷം ജാമ്യം നേടിയാണ് പുറത്തിറങ്ങിയത്. ക്യാമ്പസിനുള്ളിൽ വെച്ചാണ് പുറത്തുനിന്നെത്തിയ ആൾ കന്നയ്യെ ആക്രമിച്ചത്. സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ സെമിനാറിൽ പങ്കെടുത്തിരുന്ന കന്നയ്യെ അല്പം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇയാൾ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് മർദ്ദിച്ചത്. സംസാരത്തിനിടെ കന്നയ്യെ അധിക്ഷേപിച്ചതിനു ശേഷം മുഖത്തടിച്ചു. ഓടിയെത്തിയ വിദ്യാർത്ഥികളാണ് ഇയാളെ പിടിച്ചുമാറ്റിയത്. തുടർന്ന് വിദ്യാർത്ഥികൾ തന്നെ ആക്രമിയെ പോലീസിലേൽപ്പിച്ചു. കന്നയ്യെ ഒരു പാഠം പഠിപ്പിക്കാനാണ് എത്തിയതെന്നാണ് ആക്രമി വിളിച്ചു പറഞ്ഞത്. കന്നയ്യെ കൊല്ലുന്നവർക്ക് 11 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത പോസ്റ്ററുകൾ രാജ്യതലസ്ഥാനത്ത് പൂവാഞ്ചൽ സേന ഉയർത്തിയിരുന്നു. കന്നയ്യുടെ നാവ് അരിഞ്ഞു വീഴ്ത്തുന്നവർക്ക് 5 ലക്ഷം രൂപയും യുവമോർച്ച പ്രഖ്യാപിച്ചിരുന്നു. കന്നയ്യുടെ ജീവന് ഭീഷണിയുള്ളതിനാൽ ഡൽഹി സൗത്ത് DCP പ്രേംകുമാറിനായിരുന്നു കന്നയ്യുടെ സുരക്ഷാ ചുമതല. ആക്രമിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. UDF-ലെ സീറ്റ് വിഭജനം കീറാമുട്ടിയായി തുടരുന്നു. കേരള കോൺഗ്രസ് മാണി ജേക്കബ് വിഭാഗങ്ങളുമായും ജനതാദൾ യുണൈറ്റഡുമായും കോൺഗ്രസ് നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾ പരാജയപ്പെട്ടു. ഘടകകക്ഷികൾക്ക് അധിക സീറ്റുകൾ നൽകാനാകില്ലെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിന്നതോടെയാണ് ചർച്ചകൾ അലസിയത്. കേരള കോൺഗ്രസ് മാണി, കേരള കോൺഗ്രസ് ജേക്കബ്, ജനതാദൾ യുണൈറ്റഡ് എന്നീ കക്ഷികളുമായി കോൺഗ്രസ് നടത്തിയ സീറ്റ് വിഭജന ചർച്ചകളാണ് പരാജയപ്പെട്ടത്. കഴിഞ്ഞ തവണ മത്സരിച്ച 15 സീറ്റുകൾക്ക് പുറമെ 3 സീറ്റുകൾ അധികം വേണമെന്ന മാണി വിഭാഗത്തിന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചില്ല. മാത്രമല്ല, കേരള കോൺഗ്രസിൽ നിന്നും പൂഞ്ഞാർ, കുട്ടനാട് സീറ്റുകൾ കോൺഗ്രസ് തിരികെ ആവശ്യപ്പെട്ടു. എന്നാൽ പേരാമ്പ്ര, ആലത്തൂർ, തളിപ്പറമ്പ് എന്നീ സീറ്റുകളിലല്ലാതെ വെച്ചുമാറലിന് പോലും തയ്യാറല്ലെന്ന് കേരള കോൺഗ്രസും നിലപാടെടുത്തു. ഇതോടെയാണ് ചർച്ച അലസിപ്പിരിഞ്ഞത്. അങ്കമാലി അടക്കം 4 സീറ്റുകളെന്ന കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ ആവശ്യവും കോൺഗ്രസ് അംഗീകരിച്ചില്ല. അങ്കമാലി നൽകാനാവില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. അതേസമയം അങ്കമാലി കോൺഗ്രസിന് വിട്ടു നൽകില്ലെന്ന് പാർട്ടി ചെയർമാൻ ജോണി നെല്ലൂർ വ്യക്തമാക്കി. അങ്കമാലി സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാർട്ടിക്ക് കഴിയില്ല. 4 സീറ്റ് ഞങ്ങൾ അവകാശപ്പെട്ടു, അത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ 3 സീറ്റിന്റെ കാര്യത്തിൽ പുറകോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. 4 വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. പുതുതായി 1 സീറ്റടക്കം മൊത്തം 8 സീറ്റുകൾ വേണമെന്ന ജനതാദൾ യുണൈറ്റഡിന്റെ ആവശ്യവും കോൺഗ്രസ് ചെവിക്കൊണ്ടില്ല. പല സീറ്റുകളും വെച്ചുമാറണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെടാതിരുന്നതോടെ ചർച്ച വഴിമുട്ടി. ഞങ്ങൾ ഇന്ന് സീറ്റിന്റെ കാര്യം സംസാരിച്ചത് അത് മുഴുവൻ തീരുമാനങ്ങളായിട്ടില്ല. അതേസമയം കുന്നംകുളം സീറ്റ് നൽകാമെന്ന് CMPക്ക് കോൺഗ്രസ് ഉറപ്പു നൽകി. എന്നാൽ മൊത്തം 3 സീറ്റുകൾ വേണമെന്ന CMPയുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. KPCC അധ്യക്ഷൻ VM സുധീരൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവരാണ് ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച നടത്തിയത്. ആർക്കും അധിക സീറ്റുകൾ നൽകേണ്ടെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കവേ വരും ദിവസങ്ങളിലെ സീറ്റ് വിഭജന ചർച്ചകളും സങ്കീർണമാവും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സീറ്റ് വിഭജനം സംബന്ധിച്ച് LDF-ൽ ഉഭയകക്ഷി ചർച്ച തുടരും. ഈ മാസം 19-ന് വീണ്ടും LDF യോഗം ചേരും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF മണ്ഡലം കമ്മിറ്റികളുടെയും ബൂത്ത് കമ്മിറ്റികളുടെയും പ്രവർത്തനം കൂടുതൽ സജീവമാക്കാനും തീരുമാനിച്ചു. കോൺഗ്രസുമായി 2011-ൽ ഉഭയകക്ഷി ധാരണപ്രകാരം ഉണ്ടാക്കിയ കത്ത് ചോർന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ വഴി ചോർന്നതിലാണ് മുസ്ലിം ലീഗിന് കടുത്ത പ്രതിഷേധം. എന്നാൽ കത്ത് വലിയ ചർച്ചയാക്കേണ്ട സാഹചര്യമില്ലെന്നും തിരുവമ്പാടി സീറ്റ് മുസ്ലിം ലീഗിന്റേതാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 2011-ൽ താമരശ്ശേരി രൂപതയുടെ താൽപര്യപ്രകാരം PK കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടിക്ക് എഴുതി ഒപ്പിട്ട് നൽകിയ കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാമെന്നാണ് കത്തിൽ ഉറപ്പ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെയും താമരശ്ശേരി ബിഷപ്പിന്റെയും സാന്നിധ്യത്തിലാണ് ഉടമ്പടി തയ്യാറാക്കിയതെന്നാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ താമരശ്ശേരി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയോര വികസന സമിതി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് കർഷക പ്രതിനിധിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്.
എന്നാൽ വളരെ നേരത്തെ തന്നെ തിരുവമ്പാടിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ച മുസ്ലിം ലീഗ് ഒരു സാഹചര്യത്തിലും സീറ്റ് വിട്ടു നൽകാനാവില്ലെന്ന നിലപാടിലാണ്. നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് മാധ്യമങ്ങളിലൂടെ ചോർന്നതിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഇത്തരം വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്നത് ജയസാധ്യതയെ ബാധിക്കുമെന്ന് മുസ്ലിം ലീഗ് കരുതുന്നു. കത്തിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ച മുസ്ലിം ലീഗിന്റെ നിലപാട് ആവർത്തിച്ചു. തിരുവമ്പാടി സീറ്റ് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് UDF നേതൃത്വവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് കത്തൊക്കെ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്ത് മുഖ്യമന്ത്രിയോട് സംസാരിച്ചാൽ മതിയല്ലോ. താമരശ്ശേരി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയോര വികസന സമിതിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് 5 വർഷം പഴക്കമുള്ള കത്ത് പുറത്തുവിട്ടതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് സംശയിക്കുന്നത്. ഉടമ്പടി കത്ത് പുറത്തുവിട്ട് മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കാനുള്ള തന്ത്രം അണിയറയിൽ നടന്നതായി സംശയിക്കുന്നു. ഇതോടെ തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ച് UDF കൂടുതൽ പ്രതിസന്ധിയിലായി. അടുത്ത ഉഭയകക്ഷി ചർച്ചയിൽ സീറ്റ് വിഭജന ചർച്ചയോടൊപ്പം കത്ത് ചോർന്ന വിഷയവും സജീവ ചർച്ചയാകുമെന്നുറപ്പാണ്. തിരുവനന്തപുരം ബ്യൂറോയോടൊപ്പം കോഴിക്കോട് നിന്നും സിജു കണ്ണൻ. ലീഗിനുള്ള സീറ്റാണ് തിരുവമ്പാടിയെന്ന് VM സുധീരൻ പറഞ്ഞു. തിരുവമ്പാടി സീറ്റിൽ തർക്കം ഉന്നയിക്കുന്നത് ഉചിതമല്ല. കരുണ എസ്റ്റേറ്റ് വിഷയത്തിലെ അപാകത പരിഹരിക്കുമെന്നും VM സുധീരൻ പറഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ അവരുടെ സൗകര്യം കണക്കിലെടുത്ത് അവരാണ് വിളിക്കേണ്ടത്. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് പേരുകൾ സമർപ്പിക്കണം. അത് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് പേരുകൾ സമർപ്പിക്കും. എനിക്കതിൻ്റെ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സ്ഥിതി എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും തിരുവമ്പാടിയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ രമ്യമായൊരു പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. ബന്ധപ്പെട്ട എല്ലാവരുമായും സംസാരിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പോൾ ലീഗിന് അനുവദിക്കപ്പെട്ട ലീഗ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞു, ഓൾറെഡി നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് UDF അനുവദിച്ചിട്ടുള്ള സീറ്റാണ് അത് എന്ന കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. അതേസമയം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എങ്ങനെ രമ്യമായി പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള പരിശ്രമം. ലക്ഷദ്വീപിൽ റഫറൽ ആശുപത്രി സ്ഥാപിക്കണമെന്ന് KK രാഗേഷ് MP രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. ദ്വീപ് നിവാസികളായ രോഗികളെ അടിയന്തര സാഹചര്യത്തിൽ കേരളത്തിലെത്തിക്കാൻ പ്രതിവർഷം 15 കോടിയോളം രൂപ ചെലവ് വരുന്നതായി KK രാഗേഷ് രാജ്യസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഈ തുക ഉപയോഗിച്ച് ആധുനിക സൗകര്യങ്ങളോടുകൂടി റഫറൽ ആശുപത്രി സ്ഥാപിക്കാമെന്നും കേന്ദ്ര സർക്കാരിനെ MP അറിയിച്ചു. രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് ഒഴിവ് വന്ന സീറ്റുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥികളായ AK ആന്റണി, MP വീരേന്ദ്രകുമാർ, LDF സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് K സോമപ്രസാദ് എന്നിവരാണ് നിയമസഭാ സെക്രട്ടറിക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രിക നൽകിയത്. ഈ മാസം 11 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. രാജ്യസഭയിലേക്കുള്ള വോട്ടെടുപ്പ് 21 നടക്കുന്നത്. രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് 3 സീറ്റുകളുടെ ഒഴിവാണ് വന്നത്. ഇതിൽ നിയമസഭയിലെ MLA-മാരുടെ പ്രാതിനിധ്യമനുസരിച്ച UDF-ന് 2ഉം ഇടതുപക്ഷത്തിന് 1 സീറ്റും ലഭിച്ചതിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നേരത്തെ നടന്നിരുന്നു. UDF സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുൻപ് AK ആന്റണിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയുടെ വസതിയിൽ UDF യോഗം ചേർന്നു. തുടർന്ന് യോഗം സ്ഥാനാർത്ഥികൾക്ക് ഔപചാരികമായ അംഗീകാരവും നൽകി. ഇതിനുശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ AK ആന്റണിയും JDU സ്ഥാനാർത്ഥിയായ MP വീരേന്ദ്രകുമാറും കക്ഷി നേതാക്കൾക്കൊപ്പം നിയമസഭയിലെത്തി സെക്രട്ടറി ശാരംഗധരന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയായിരുന്നു. ഇരുവരും 2 സെറ്റ് പത്രികകൾ വീതം സമർപ്പിച്ചു. AK ആന്റണിക്ക് 1000 രൂപ മാത്രമാണ് കൈവശമുള്ളത്. 42,60,000 രൂപയുടെ ഭൂസ്വത്ത് ഭാര്യയുടെ പേരിലുണ്ട്. വിവിധ ബാങ്കുകളിലായി AK ആന്റണിക്ക് 2,76,400 രൂപ നിക്ഷേപമുണ്ടെന്നും സ്വന്തമായി ഭൂമിയില്ലെന്നും നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. അതേസമയം MP വീരേന്ദ്രകുമാറിന് 41.5 കോടി രൂപയുടെ ആസ്തിയുണ്ടെന്നും 1,35,00,000 രൂപയുടെ ബാധ്യതയുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. CPM സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് K സോമപ്രസാദ് LDF MLA-മാർക്കൊപ്പമാണ് പത്രികാ സമർപ്പണത്തിനെത്തിയത്. അഡ്വക്കേറ്റ് K സോമപ്രസാദ് 2 സെറ്റ് പത്രികകളാണ് നൽകിയത്. അഡ്വക്കേറ്റ് സോമപ്രസാദിന് 3,46,000 രൂപ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. കൂടാതെ 11 സെന്റ് സ്ഥലം സ്വന്തമായി ഉണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. 11 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഈ മാസം 21 രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും.
സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച പ്രതിഭകളെ ആദരിക്കാൻ കൈരളി പീപ്പിൾ TV ഏർപ്പെടുത്തിയ ഡോക്ടേഴ്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. സർക്കാർ സർവീസിൽ നിന്ന് ഡോക്ടർ ഷാഹിർ ഷാ, സന്നദ്ധ സേവന മേഖലയിൽ നിന്ന് ഡോക്ടർ YS മോഹൻകുമാർ, സ്വകാര്യ മേഖലയിൽ നിന്ന് ഡോക്ടർ PA ലളിത എന്നിവരാണ് അവാർഡിന് അർഹരായത്. മാർച്ച് 15-ന് തിരുവല്ലയിൽ നടക്കുന്ന ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച പ്രതിഭകളെ കണ്ടെത്താൻ കൈരളി പീപ്പിൾ TV ഇത് 2ാം തവണയാണ് ഡോക്ടേഴ്സ് അവാർഡ് ഏർപ്പെടുത്തുന്നത്. കേരള സർവകലാശാല മുൻ VC-യും ന്യൂറോ സർജനുമായ ഡോക്ടർ B. ഇക്ബാൽ, ജനകീയാരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ V. രാമൻകുട്ടി, സൈക്കോളജിസ്റ്റ് T. പാർവതി എന്നിവരടങ്ങിയ വിധിനിർണയ സമിതി ജനകീയ നാമനിർദ്ദേശത്തിലൂടെയാണ് അവാർഡ് ജേതാക്കളെ നിശ്ചയിച്ചത്. ഒരു സർക്കാർ ആശുപത്രിയുടെ എല്ലാ പരിമിതികളോടും പടവെട്ടി അത്യന്താധുനിക സേവനങ്ങൾ ഗ്രാമീണ മേഖലയിലെ ആരോഗ്യരംഗത്ത് ലഭ്യമാക്കിയതാണ് ഡോക്ടർ ഷാഹിർ ഷായെ അവാർഡിന് അർഹനാക്കിയത്. പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടാണ് ഡോക്ടർ ഷാഹിർ ഷാ. വൻകിട ആശുപത്രികളിൽ മാത്രം കണ്ടുവരുന്ന വേദനരഹിത സാധാരണ പ്രസവം ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ നടപ്പാക്കുന്നത് പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ്. അത്യന്താധുനിക ലേബർ സ്യൂട്ട്, ഡയാലിസിസ് യൂണിറ്റ്, കാൻസർ കെയർ പദ്ധതി, ഓക്സിജൻ യൂണിറ്റ് എന്നിവയെല്ലാം ഡോക്ടർ ഷാഹിർ ഷായാണ് ഇവിടെ നടപ്പിലാക്കിയത്. എൻഡോസൾഫാൻ എന്ന മാരക കീടനാശിനിയെക്കുറിച്ച് ലോകത്തെ ആദ്യമായി അറിയിക്കുകയും അവരുടെ അതിജീവനത്തിന്റെ പാതയിൽ ഊർജം പകരുകയും ചെയ്ത ആതുര ശുശ്രൂഷകനാണ് ഡോക്ടർ YS മോഹൻകുമാർ. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ എണ്ണമറ്റ പോരാട്ടങ്ങൾക്ക് വഴിവിളക്കായത് ഡോക്ടർ മോഹൻകുമാറിന്റെ ഇടപെടലുകളായിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രിയ ഡോക്ടറാണ് ഡോക്ടർ YS മോഹൻകുമാർ. ചികിത്സാ വൈദഗ്ധ്യവും ഭരണപാഠവും ഒത്തുചേർന്ന ബഹുമുഖ പ്രതിഭയാണ് കോഴിക്കോട്ടെ മലബാർ ഹോസ്പിറ്റൽസ് MD ഡോക്ടർ PA ലളിത. സന്നദ്ധ സേവന രംഗത്തും സാംസ്കാരിക രംഗത്തും കോഴിക്കോട്ടെ നിറസാന്നിധ്യം കൂടിയാണ് ഡോക്ടർ ലളിത. സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷയും സാമ്പത്തിക സുരക്ഷിതത്വവും ലക്ഷ്യമാക്കി ഡോക്ടർ ലളിത നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. മാർച്ച് 15-ന് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. ന്യൂസ് ഡെസ്ക്. കൊച്ചി കോർപ്പറേഷന്റെ പുതിയ വാർഷിക ബജറ്റിൽ കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ കേബിൾ TV കാണുന്ന ഉപഭോക്താക്കൾ പ്രതിമാസം 10 രൂപ വിനോദ നികുതിയായി നൽകണമെന്ന കോർപ്പറേഷൻ തീരുമാനത്തിനെതിരെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മേയർ സൗമിനി ജെയിനിനെ പ്രതിഷേധക്കാർ കോർപ്പറേഷന് മുന്നിൽ തടഞ്ഞു. BJP നേതാവ് N. രാധാകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ചതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സാമ്പത്തിക പ്രതിസന്ധികൾ കേബിൾ TV ഓപ്പറേറ്റർമാർ നേരിടുമ്പോൾ ഓപ്പറേറ്റർമാർ വഴി സാധാരണ ജനങ്ങളിൽ നിന്ന് വിനോദ നികുതി പിരിക്കാനുള്ള കോർപ്പറേഷൻ നീക്കം ഏകപക്ഷീയവും ജനവിരുദ്ധവുമാണെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KV രാജൻ പറഞ്ഞു. കൊച്ചി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് KJ ആന്റണി, K. വിജയകൃഷ്ണൻ, KV രാജൻ തുടങ്ങിയ നേതാക്കൾ ധർണയിൽ പങ്കെടുത്തു. പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ കല്യാൺ സിൽക്സിന്റെ കാസർഗോഡ് ഷോറൂം നടൻ പൃഥ്വിരാജ് ഉദ്ഘാടനം ചെയ്തു. MLA-മാരായ എന്നെ നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം, കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ തുടങ്ങിയവർ സംബന്ധിച്ചു. 4 നിലകളിലായി 30,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ളതാണ് ഷോറൂം. രശ്മി ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 74ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവം 12-13 തീയതികളിൽ മലപ്പുറത്ത് നടക്കും. ടൗൺ ഹാളിൽ സംവിധായകൻ കമൽ മേള ഉദ്ഘാടനം ചെയ്യും. ലോക സിനിമ, ഇന്ത്യൻ സിനിമ, മലയാള സിനിമ, ഡോക്യുമെന്ററി വിഭാഗങ്ങളിലാണ് പ്രദർശനം. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, പബ്ലിക് റിലേഷൻസ് വകുപ്പ്, സംസ്ഥാന ഫിലിം സൊസൈറ്റി എന്നിവരുമായി സഹകരിച്ചാണ് ചലച്ചിത്രമേള. വൈവിധ്യമായ സിനിമകൾ പ്രദർശനത്തിലുള്ളതായി സംഘാടകർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ മണമ്പൂർ രാജൻ ബാബു, അനിൽ കുറുപ്പത്ത്, മുഹമ്മദ് കോയ തുടങ്ങിയവർ പങ്കെടുത്തു. മുഖ്യമന്ത്രി പങ്കെടുത്ത പൊതുവേദിയിൽ രമേശ് ചെന്നിത്തല ഭിന്നശേഷിക്കാരനെയും കുടുംബത്തെയും അപമാനിച്ചു. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലായിരുന്നു സംഭവം. മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനെത്തിയ കുടുംബത്തെ പരസ്യമായാണ് ചെന്നിത്തല അവഹേളിച്ചത്. UDFന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്ന വേദിയിലാണ് രമേശ് ചെന്നിത്തല ഭിന്നശേഷിയുള്ള കുട്ടിയെയും കുടുംബത്തെയും പരസ്യമായി അവഹേളിച്ചത്. ചെന്നിത്തലയുടെ പ്രസംഗത്തിനിടയിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് മുഖ്യമന്ത്രിയെ വേദിയിൽ എത്തിച്ചതന്നെ ഐ ഗ്രൂപ്പ് നേതാവായ ചെന്നിത്തലയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇതിനിടയിൽ മുഖ്യമന്ത്രിയെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നതിനായാണ് ഭിന്നശേഷിക്കാരനായ കുട്ടിയുമായി ബന്ധുക്കൾ വേദിക്കരിയിലെത്തിയത്.
എന്താണിത്? പ്ലീസ് അങ്ങോട്ട്. മുഖ്യമന്ത്രി അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടേ പോകുള്ളൂ. അങ്ങോട്ട് നിർത്ത്. CM കാണും ആ സൈഡിലോട്ട് കണ്ടിട്ടേ പോകുള്ളൂ. എന്തായി നടക്കുന്നത്? മുഖ്യമന്ത്രിക്ക് വേണ്ടി പരാതി വാങ്ങാനെത്തിയ ചെങ്ങന്നൂർ MLA PC വിഷ്ണുനാഥിനെയും ചെന്നിത്തല പരസ്യമായി ആക്ഷേപിച്ചതായാണ് എ ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നത്. വേദിയിൽ കയറ്റാത്തതിനെ തുടർന്ന് യോഗം കഴിയും വരെ വേദിക്ക് പുറത്ത് മുഖ്യമന്ത്രിയെ കാത്തുനിന്ന ശേഷമാണ് കുടുംബം മടങ്ങിയത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.